ഷിരൂരിൽ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നതിൽ വീണ്ടും അനിശ്ചിതത്വം. ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള പരിശോധന വൈകിയേക്കും. ഗംഗാവലി പുഴയിലെ അടിയൊഴുക്ക് കുറഞ്ഞാൽ മാത്രമേ ഡ്രഡ്ജർ പുറപ്പെടുകയുള്ളൂ. പ്രതികൂല കാലാവസ്ഥയും തിരിച്ചടിയാണ്. നാവികസേന ജില്ലാ ഭരണകൂടത്തിന് നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുക. AP നദീറയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. നദീറ, ഗുഡ് മോർണിംഗ്. ഈ ഡ്രഡ്ജർ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് അനിശ്ചിതത്വം. അതുതന്നെയാണ് ഈ ഒരു തിരച്ചിൽ പുനരാരംഭിക്കുന്നതിനുള്ള അനിശ്ചിതത്വത്തിലേക്ക് വീണ്ടും നീങ്ങുന്നത്, അല്ലേ? എങ്ങനെയാണ്, എന്താണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്? വീണ്ടും പുനരാരംഭിക്കാനുള്ള ഒരു സാധ്യത എത്രത്തോളമുണ്ട്? ഗുഡ് മോർണിംഗ്. എന്തായാലും ഷിരൂരിൽ ദൗത്യം പുനരാരംഭിക്കാൻ സമയമെടുക്കുമെന്ന ഒരു സൂചനയാണ് ലഭിക്കുന്നത്. ഈ ആഴ്ച നടക്കുമെന്നായിരുന്നു നമ്മൾ വിചാരിച്ചിരുന്നത്. അതുപോലെ തന്നെ നാവികസേനയുടെ പരിശോധന 2 ദിവസം കൂടുമ്പോൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ പരിശോധനയിൽ അടിയൊഴുക്കിന്റെ അളവ് എത്രത്തോളം എന്നതനുസരിച്ചാണ് തിരച്ചിൽ ഡ്രഡ്ജർ ഉപയോഗിച്ച് എപ്പോൾ നടത്തണമെന്ന കാര്യം തീരുമാനിക്കുക. ഡ്രഡ്ജറിനായിട്ടുള്ള ഷിപ്പിംഗ് കമ്പനി അവിടെ നിന്ന് റെഡിയാണ്. അതിനുള്ള പണവും ഈ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ആദ്യ ഗഡു കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അവരെല്ലാം കൊണ്ടും തയ്യാറാണ്. പക്ഷേ ഈ ഗംഗാവലി പുഴയിൽ 2 ദിവസം കൂടുമ്പോൾ നാവികസേന നടത്തുന്ന പരിശോധന, അതിൽ എത്രത്തോളം അടിയൊഴുക്ക് ശക്തമാണ് അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ട് എന്ന കാര്യങ്ങൾ സൂചിപ്പിക്കേണ്ടത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് അവർ 2 ദിവസം കൂടുമ്പോൾ ജില്ലാ ഭരണകൂടത്തിന് നൽകുകയും കർണാടക സർക്കാരിനത് എത്തുകയും ചെയ്യുന്നുണ്ട്. ഈ നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് ഡ്രഡ്ജിംഗ് കമ്പനി, ഷിപ്പിംഗ് കമ്പനി എങ്ങനെ ഇവിടെ എത്തണമെന്നത് സംബന്ധിച്ചുള്ള, എപ്പോൾ എത്തണമെന്നത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ പ്രദേശത്തെ മേഘാവൃതമായ കാലാവസ്ഥയാണ് ഇന്നൊക്കെയുള്ളത്. മഴ പെയ്യാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ ഗംഗാവലി പുഴയിൽ മഴ പെയ്യുകയാണെങ്കിൽ അടിയൊഴുക്കും അതുപോലെ വെള്ളത്തിന്റെ അളവും ഒക്കെ കൂടാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതുകൊണ്ട് ഇതുവരെ എന്ന് ഡ്രഡ്ജർ എത്തിച്ചുകൊണ്ടുള്ള ഒരു പരിശോധന നടക്കുമെന്നത് സംബന്ധിച്ച് അന്തിമ തീരുമാനത്തിലെത്താൻ ജില്ലാ ഭരണകൂടത്തിന് സാധിച്ചിട്ടില്ല. ഇവർ നൽകുന്ന വിവരം കാർവാറിലെ ഈ ഷിപ്പിംഗ് കമ്പനിക്ക് ലഭിക്കുമ്പോഴാണ് ഗോവയിലുള്ള ഈ ഡ്രഡ്ജർ അവിടെ നിന്ന് പുറപ്പെടുക. എന്തായാലും ഇതുവരെ ഒരു പ്രതികൂല സാഹചര്യം തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. അനുകൂലമാകും സാഹചര്യം. ചിലപ്പോൾ ഇന്ന് അനുകൂലമായേക്കാം. ഇന്നും പരിശോധനയുണ്ട്, നാളെയും ഒക്കെ പരിശോധന നടക്കുന്നുണ്ട്. കൃത്യമായി ഈ അടിയൊഴുക്കിന്റെ കാര്യത്തിൽ ഒരു കൃത്യത വന്നതിനു ശേഷം മാത്രമായിരിക്കും ഈ ഷിപ്പിംഗ് കമ്പനി ഡ്രഡ്ജറുമായി അവിടെ നിന്ന് പുറപ്പെടുക എന്നാണ് അറിയുന്നത്. എന്തായാലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇതുവരെ എന്ന് ഡ്രഡ്ജിംഗ് നടത്താനാവും എന്നത് സംബന്ധിച്ചുള്ള ഒരു കാര്യത്തിൽ തീരുമാനത്തിൽ എത്താനായിട്ടില്ല. അനിശ്ചിതത്വം തുടരുകയാണ്.